അവിടുത്തെ മുമ്പേ നീ പോകും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 76-ാം വാക്യം. ക്രിസ്തുമസിന്റെ കുളിർമ നിറഞ്ഞ രാവുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാം ഓരോരുത്തരുടെയും ഹൃദയമാവുന്ന പുൽക്കൂടുകളിൽ ഉണ്ണീശോ വന്നു പിറക്കുന്ന സന്തോഷത്തിന്റെ രാവാണ് ഓരോ ക്രിസ്തുമസും. ക്രിസ്തുമസിന്റെ ഈ നാളുകളിൽ നാം പ്രാർത്ഥിച്ചെഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നാം ആനന്ദപൂരിതരാകും. 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഒന്നാമതായി ക്രിസ്തുമസിന്റെ ആനന്ദം. ക്രിസ്തുമസിന്റെ ആനന്ദം പ്രതീക്ഷകളാണ്. പ്രതീക്ഷയോടെ കാത്തിരുന്ന് ആ ആനന്ദം നമുക്ക് അനുഭവിക്കാം. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിച്ച് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. രണ്ടാമതായി ക്രിസ്തുമസിന്റെ ആത്മാവ്. ക്രിസ്തുമസിന്റെ ആത്മാവ് സമാധാനമാണ്. ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുവാനാണ് ക്രിസ്തു കടന്നു വന്നത്. ക്രിസ്തുവിനെ പോലെ ക്ഷമയുടെ പാതയിലൂടെ നമുക്കും അനേകരിലേക്ക് സമാധാനം പകരാം. മൂന്നാമതായി ക്രിസ്തുവിന്റെ ഹൃദയം സ്നേഹമാണ്. നമുക്ക് മറ്റുള്ളവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കാം. സങ്കടത്തിലും നിരാശയിലും കഴിയുന്നവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടി ചെലവഴിക്കാൻ നമുക്ക് കൂടുതൽ സമയം കണ്ടെത്താം. ഈ 3 കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് ഉണ്ണീശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.